കൊണ്ടുപോയിട്ടില്ലേ? എത്രയോ ഉദാഹരണങ്ങൾ. അതിലൊന്നും ഒരാൾ പെട്ടാൽ ജിന്നേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അവിടെ കൃത്യമാണ് എന്റെ ചോദ്യം. അവിടെ മരിച്ചുപോയ ഒരു ജിന്നിനെ, അല്ല അത് ഞാൻ പറയാം, ഞങ്ങൾ പറയാം, അത് ഞങ്ങൾ പറഞ്ഞോളാം. ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ല നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഞാൻ പറയുന്ന വിഷയം ശ്രദ്ധിക്കും. ഒരാൾ പുഴയിൽ വീണു, അയാൾ വിളിച്ചു ജിന്നേ, അത് ശിർക്കാണെന്നാണോ ശിർക്കല്ല നിങ്ങളെ വാദം? അവിടെ കൃത്യമായി തന്നെ ആ ഹദീസിന്റെ മതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉരുളലും വിരളലും ഈ സദസ്സിലൊന്ന് കേട്ടോടെ മറുപടി പറയാം. ഒരു മൗലവി പുഴയിൽ വീഴുന്നു, അയാൾ വിളിച്ചു ബാലുശ്ശേരിനെ കൊണ്ടുവരാൻ. ഇത് നമുക്ക് കുറെ കാലം ഞാൻ രാമതിൽ കാത്തിരിക്കും. നിങ്ങളെ പോലെ ഒത്തിരി ബാലുശ്ശേരിന്റെ അനുയായി ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. ബാലുശ്ശേരിന്റെ ഒരു അനുയായി കിട്ടാൻ കാത്തിരിക്കുകയാണ്. കാരണം എന്താ, ഇപ്പൊ ഇവർക്ക് ഭയങ്കര ചാൻസ് ആണ്. ആർക്ക്? സമസ്തക്കാർക്ക്. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു പ്രസംഗം, സമസ്തക്കാർക്കെതിരെ ഒരു പ്രസംഗം നടത്തി. തൗഹീദ് വിഷയം വെച്ചിട്ട് ഞാൻ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് ആ നാട്ടിലുള്ള ഒരു 10:45 വരെ പ്രസംഗിച്ച്, പ്രസംഗമൊക്കെ കഴിഞ്ഞ് നാട്ടിലുള്ള ആളുകളൊക്കെ കേട്ട്, അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു കാന്തൂർ സമസ്തക്കാരനെ നമ്മുടെ ഒരു പ്രവർത്തനം കണ്ടപ്പോൾ ചോദിച്ചു, അല്ലെങ്കിൽ മറുപടി വെക്കണില്ലേ എന്ന് വെച്ചു. ഇവര് മറുപടി വെച്ചാലേ നമുക്ക് കാര്യം കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ മറുപടി വെക്കണില്ലേ എന്ന് വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഈ കാന്തൂർ സമസ്തക്കാരൻ പറഞ്ഞ മറുപടി തരുമോ? അനസിന് മറുപടി തരല്ലേ? അത് ഞങ്ങൾ ജിന്നുകളെ കൊണ്ടുവന്നോളാം കേട്ടോ, ജിന്നുകളെ ഞങ്ങൾ കൊണ്ട് മറുപടി പറയിച്ചോളാം, എന്നിട്ട് ജിന്നുകൾക്ക് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം കേട്ടോ. കാരണം ജിന്നുകൾക്ക് മറുപടി പറയാൻ വളരെ എളുപ്പമാ. ഇവരോട് ചോദിച്ചാൽ പുഴയിൽ വീണാ ജിന്നു വിളിച്ച ശിർക്കാണോ? കഴിഞ്ഞ് ഖലാസ്, അത് കഴിഞ്ഞു, കഥ കഴിഞ്ഞു ഇവരുടെ. അതുകൊണ്ട് ജിന്നുകളെ കൊണ്ട് അനസിനെ ഞങ്ങൾ മറുപടി പറയിച്ചോളാം, ജിന്നുകൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ വന്നോളാം. മനസ്സിലാക്കണം, ഇതാണ് ഇവരുടെ അവസ്ഥ, ദുർഗതി കേട്ടോ. കാരണം ഇത് ജനങ്ങൾക്ക് തിരിയും. ഒരാൾ പുഴയിൽ വീഴുന്നു, അയാൾ വിളിച്ചു ജിന്നേ മലക്കേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ ശിർക്കല്ലേ? നിങ്ങളെ അഭിപ്രായം എന്താ? കൃത്യമായി ആ ക്ലിപ്പിൽ അവിടെ വിശദീകരിച്ചു. അല്ല, നിങ്ങളെ നാവിന്ന് ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അത് പറയാനായിട്ട് അല്ലല്ല, നിങ്ങളൊന്ന് പറയും. എന്റെ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞു. അല്ല, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും, ശിർക്കാണോ ശിർക്കല്ല? ഒരാൾ പുഴയിൽ വീഴുന്നു, അയാളോട് വിളിച്ചാൽ ശിർക്കാണെന്നോ ശിർക്കല്ല? അഭിപ്രായം കൃത്യമായി ഇവിടെ അല്ലാഹുവിനോടാണ് വിളിക്കേണ്ടത്. ശിർക്കല്ല, അത് വേറെ. ശിർക്കാണോ ശിർക്കല്ല? എന്താ പറഞ്ഞത്? ശിർക്കല്ല. നിങ്ങൾ എങ്ങനെ അതെ, ശിർക്കല്ലാന്ന് നിങ്ങളെ അഭിപ്രായം? അപ്പൊ കൃത്യമല്ല ഇവിടെ ശിർക്കല്ല. ശിർക്കല്ല, പുഴയിൽ വീണാൽ ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ല. ഈ ക്ലിപ്പിൽ എന്താ? അല്ല, ശിർക്കല്ല എന്നാണ്. അപ്പൊ നിങ്ങളെ അഭിപ്രായം? അപ്പൊ ഞാൻ ചോദിക്കുന്നു, അല്ല, അപ്പൊ ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ല നിങ്ങൾ സമ്മതിച്ചു. എന്താ പറയാ പേടി? നിങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞു. പുഴയിൽ ഒരാൾ, ഈ ജനങ്ങൾ കേൾക്കട്ടെ, പുഴയിൽ ഒരാൾ വീണു, അയാൾ വിളിച്ചു ജിന്നേ, ഇത് ശിർക്കാണോ ശിർക്കല്ലേ? പറയും. മുന്നിൽ സന്നിഹിതനായ ഒരു അവസ്ഥയിലാണെങ്കിൽ എന്താണ് അതിന്റെ ഹുക്കുമെന്ന് കൃത്യമായി അവിടെ പറഞ്ഞു. അല്ല, ശിർക്കാണോ ശിർക്കല്ലേ? എന്താ പറഞ്ഞത്? നിങ്ങളൊന്ന് പറഞ്ഞോ? എന്താ പറഞ്ഞേ? എന്തിനാണ് ഇവിടെ എന്താ പറയും? ഇവിടെ ഈ വിഷയത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം ജനങ്ങൾ കേട്ടോട്ടെ. ഇവിടെ കേട്ടു. കൃത്യമായി അത് പറഞ്ഞല്ലോ. അല്ല, അത് എന്റെ അഭിപ്രായം അയാളുടെ അഭിപ്രായം തുല്യം ചെയ്യാനല്ല നിങ്ങളുടെ ഈ ആയിബാദല്ലയിൽ എന്ത് തെളിവും ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. എന്ന് വിളിച്ചാൽ അപ്പൊ പുഴക്കരയിൽ നിങ്ങൾക്ക് ആ പേടി എന്താ? നിങ്ങളെ തൗഹീദ് അചഞ്ചലല്ലാത്തോണ്ടാണ്. മനസ്സിലായോ? മനസ്സിലായി. അതുകൊണ്ടല്ലേ പുറത്താക്കിയത്. തൗഹീദ് അചഞ്ചലല്ലാന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പുറത്താക്കിയത്. കാര്യം അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ തൗഹീദുള്ള മനുഷ്യർക്കേ കിട്ടുള്ളൂ. അല്ലാതെ കുറെ ആൾക്കൂട്ടം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. തൗഹീദ് വേണം. തൗഹീദ് ഇല്ലാതെ അചഞ്ചലമല്ല എന്ന് മനസ്സിലാക്കി തിരുത്തി കൊടുത്തു. ഇങ്ങനെ അബദ്ധങ്ങൾ നിങ്ങളിൽ വന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇവര് പറഞ്ഞു അത് അബദ്ധമല്ല, സുബദ്ധം തന്നെ. എങ്കിൽ പൊന്നാര മക്കളത് വേറെ വണ്ടി കയറിക്കോ, ഈ വണ്ടി പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ജിന്നും വണ്ടി ഉണ്ടാക്കി.